ഇസ്ലാമിക സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൽക്കാരം, ദഅവത്ത്, അതിഥി സൽക്കാരം. പല ഘട്ടങ്ങളിലായി സദ്യകളൊരുക്കി അതിഥികളെ വിരിച്ചു വരുത്തി സൽക്കരിക്കുന്നതിനെ ഇസ്ലാം സുന്നത്തായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും സുപരിചിതമായ ഒന്നാണ് വലീമ. വലീമ എന്നതിന് മൊത്തത്തിൽ സദ്യ എന്നർത്ഥവും ഉണ്ട്. വിവാഹത്തിനു ശേഷം ഭാര്യാഭർത്താക്കന്മാർ കൂടി താമസിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നൽകുന്ന സദ്യയാണ് വലീമ. എന്നാൽ സുന്നത്ത് കല്യാണത്തോടനുബന്ധിച്ച് ഒരു സദ്യ ഉണ്ടാക്കലും ദഅവത്തും സുന്നത്തുണ്ട്. പ്രസവം കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ അതിനൊരു സദ്യയുണ്ട്. അഖീഖയോടനുബന്ധിച്ചൊരു സദ്യയുണ്ട്. അതുപോലെ ഒരു യാത്രക്കാരൻ ദീർഘദൂര യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവർക്കൊരു സൽക്കാരം ഉണ്ട്. ഒരു കുട്ടി എന്നില്ല, ആരായിരുന്നാലും ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ അതിൻ്റെ ഒരു ആഘോഷം ഉണ്ട്. അങ്ങനെ പലതും. ഒരു വീടുണ്ടാക്കിയാൽ അതിനൊരു ഉദ്ഘാടന ചടങ്ങ് എല്ലാവരെയും വിളിച്ചു വരുത്തി സദ്യ കൊടുക്കുക. അതുപോലെ മദ്രസയും മസ്ജിദും ഷോപ്പുകളും ആശുപത്രിയും ഒക്കെ ആകുമ്പോഴും ഉദ്ഘാടന ചടങ്ങുകൾ എന്ന് പറഞ്ഞുള്ള ഒരു സന്ദർഭം ഉണ്ട്. അതൊരു സന്തോഷത്തിൻ്റെ സമയം. അതുപോലെ ദുഃഖം വരുന്ന സമയത്ത് ആ ദുഃഖത്തെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരുമിച്ചുകൂടലുകൾ, അവിടെ മധുര പലഹാരങ്ങളും മധുരപാനീയങ്ങളും മറ്റും കൊടുത്തിട്ട് ദുഃഖം അകറ്റുന്ന രീതിയിലുള്ള മരണാനുബന്ധ ദിവസങ്ങളിലുള്ള പരിപാടികൾ ഒക്കെയുണ്ട്. ആരെയാണ് ഇത്തരം ദിവസങ്ങളിൽ ക്ഷണിച്ചു വരുത്തേണ്ടത്? അത് സദ്യയുടെ വലിപ്പമനുസരിച്ചാണ്. ഏറ്റവും അടുത്ത കുടുംബക്കാരെയും തൊട്ടടുത്ത അയൽവാസികളെയുമാണ് ആദ്യഘട്ടങ്ങളിൽ വിളിക്കേണ്ടത്. അതൊന്നുകൂടെ വലിപ്പം കൂട്ടുന്നുണ്ടെങ്കിൽ അകന്ന കുടുംബക്കാരെയും കുറച്ചുകൂടെ വിശാലമായ അയൽവാസികളെയുമാണ് വിളിക്കുന്നത്. അയൽവാസി എന്ന് പറഞ്ഞാൽ 40 വീട് വരെ എന്നൊക്കെ പറയാറുണ്ട്. അടുത്ത കുടുംബക്കാരെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരീ സഹോദരന്മാരുടെയും മാതാവിൻ്റെ സഹോദരീ സഹോദരന്മാരും അവരാണ്. അവരുടെ മക്കൾ, അവിടെ നിന്ന് അങ്ങോട്ടുള്ളവർ, അതാണ് അകന്ന കുടുംബക്കാർ. പിന്നെയും വിശാലമാക്കുകയാണെങ്കിൽ വളരെ അകന്ന കുടുംബത്തിലുള്ളവരും, അതുപോലെ സുഹൃത്തുക്കൾ, കൂടെ പഠിച്ചവർ, കൂടെ കച്ചവടം ചെയ്യുന്നവർ, കൂടെ തൊഴിൽ ചെയ്യുന്നവർ, കൂടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ള ആ ബന്ധങ്ങൾക്ക് ഉറപ്പുകൂട്ടാൻ ഈ സൽക്കാരങ്ങൾ സഹായകമാകുന്നുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ആളുകൾ സൽക്കാരമെന്ന് പറയുന്നതിന് നോട്ടീസ് അടിച്ച് ക്ഷണിക്കാൻ ആളെയാക്കുകയും ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ വിളിക്കുമ്പോൾ എന്താണ് പരിഗണിക്കേണ്ടത്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا. കുടുംബക്കാർക്കും അനാഥർക്കും അപലർക്കുമൊക്കെ നീ സഹായങ്ങൾ ചെയ്യണം. അതുപോലെ സ്വതക്ക ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തും ഈ സൽക്കാരം എന്ന് പറയുന്നത് ഫഖീറന്മാരെയോ മിസ്കീനെയോ മാത്രം വിളിക്കുന്ന ഒന്നല്ല, സ്വതക്കയല്ലാതെ. പക്ഷെ മുതലാളിമാരെ മാത്രം വിളിച്ചിട്ടുള്ള ഒരു സൽക്കാരമാണെങ്കിൽ അതിലേക്ക് വിളിച്ചാൽ പോകേണ്ടതില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. തഫ്രീഖത്ത് പാടില്ല. സമ്പന്നരെയും സാധുക്കളെയും വേർതിരിച്ചുകൊണ്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ പോകേണ്ടതില്ല. അതുപോലെ അനിസ്ലാമികമായ അസാംസ്കാരികമായ എന്തെങ്കിലും കാര്യങ്ങൾ ക്ഷണിക്കപ്പെട്ട സ്ഥലത്തുണ്ടെങ്കിൽ
ആ സദ്യയിലേക്കും പോകേണ്ടതില്ല. അല്ലാത്ത നിലക്ക് ഹഖുൽ മുഅ്മിനി അലൽ മുഅ്മിനി സിത്തുൻ, മുഅ്മിനീങ്ങൾ തമ്മിലുള്ള പരസ്പര ബാധ്യതകൾ 6 ബാധ്യതകളിൽ ഒന്നാണ് ഇദാ ദുഈത ഫഅജിബ്ഹു, ക്ഷണിച്ചാൽ സ്വീകരിക്കുക എന്ന് പറയുന്നത്. ക്ഷണിക്കൽ സുന്നത്താണ്, സ്വീകരിക്കൽ ഫർളാണ്. അപ്പോൾ ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ വീട് കൂടലിനോ മറ്റെന്തെങ്കിലും ഗൃഹപ്രവേശനത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവിടെ താളമേളങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മദ്യം ഒഴിക്കലോ അല്ലെങ്കിൽ അവിടെ ഡെക്കറേറ്റ് ചെയ്തതിൽ തന്നെ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോയാലല്ലേ അറിയുള്ളൂ. പോകാതെയും അറിയാം. ആദ്യം നോക്കാൻ വേണ്ടി ഒരാളെ വിട്ടാലോ അല്ലെങ്കിൽ അവിടെയുള്ള വീഡിയോകൾ കണ്ടാലോ മറ്റൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇമാം ഗസാലി ഓർമ്മപ്പെടുത്തുന്നത് അവിടെ അങ്ങനെ പരത്തി വിളിക്കുമ്പോഴും അടുത്തവരെ വിളിക്കുമ്പോഴും പ്രത്യേകമായി അവർ തഖ്വയുള്ളവരെ ആണ് വിളിക്കേണ്ടത്. ഇൽമും സിയാദത്തും സ്വലാഹും ഉള്ളവർ. അപ്പോൾ സയ്യിദന്മാരെയും ഉലമാക്കളെയും മുതഅല്ലിമുകളെയും ദീനിൻ്റെ അഹ്ലുകാരെ, നിസ്കാരവും നോമ്പൊക്കെ പാലിക്കുന്നവരും അതുപോലെ ദീനിൽ നന്മ പുലർത്തുന്നവരും ആയ ആളുകളെയാണ് വിളിക്കേണ്ടത്. ഇന്ന് പലരുടെയും നിക്കാഹിൻ്റെ സദസ്സുകളാവട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ ഏതെങ്കിലും സദസ്സുകളാവട്ടെ, അവിടെയൊക്കെ സെലിബ്രിറ്റികളെ കിട്ടണം, ഫോട്ടോ എടുക്കാൻ പറ്റിയ തങ്ങളെ കിട്ടണം, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഉസ്താദിനെ കിട്ടണം, ദുആ ചെയ്യാൻ പറ്റിയ ബറക്കത്തുള്ള ആളാണോ എന്ന നോട്ടം അല്ല, മറിച്ച് ഫോട്ടോക്ക് ഏതാണ് കൂടുതൽ നല്ലത് എന്ന് നോക്കിയിട്ട് വിളിക്കുന്ന, അതിനുവേണ്ടി വിളിക്കാൻ ഏജൻസികളെ വെക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. സമ്പന്നരായ ആളുകൾ, സ്റ്റാറുകൾ, സിനിമാ സ്റ്റാറുകളെയും സ്പോർട്സ് സ്റ്റാറുകളെയും അതുപോലെയുള്ള സെലിബ്രിറ്റികളെ ഇന്റർനാഷണൽ തലത്തിൽ നിന്ന് വരെ കൊണ്ടുവന്ന് ആഘോഷിച്ചു തിമർത്ത് നടത്തുന്നവരുണ്ട്. അത് അത്തരം ആളുകളെ കാണാം, അവരെ ഇങ്ങോട്ട് വിളിക്കാം, അവരെ ഹിദായത്ത് കൊടുക്കാൻ വേണ്ടിയും അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയും ഉള്ള താല്പര്യത്തോടു കൂടിയാണെങ്കിലാവാം. അത്തരം കാര്യങ്ങൾക്ക് അംഗീകാരം കൊടുത്തുകൊണ്ടും അവരെ ബഹുമാനിച്ചുകൊണ്ടും ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. കയറി വരുമ്പോൾ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരെ അതിൻ്റെതായ രീതിയിൽ സ്വീകരിക്കുകയും അവർക്ക് വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കുകയും അവർക്ക് കൊടുക്കാൻ കഴിയുന്ന മെസ്സേജുകൾ പാസ് ചെയ്തുകൊണ്ട് നന്മയുടെ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ പറഞ്ഞയക്കുകയും ചെയ്യുക എന്നതിനും കുഴപ്പം ഇല്ല. അതേസമയം അതിനെ ഫോട്ടോ എടുത്തും ആഘോഷിച്ചും പരസ്യം ചെയ്യുമ്പോഴാണ് ജനങ്ങൾ ഇതൊരാദരവാണ് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആളുകൾ മനസ്സിലാക്കുകയും അത്തരം ആളുകൾക്ക് സമൂഹത്തിൽ അംഗീകാരം കൊടുക്കേണ്ടതാണ് എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. ലെസ്ബിയാൻസും ഗെയ്സും അതുപോലെയുള്ള സമൂഹത്തിൽ മാനവിക സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും ഒന്നും അംഗീകരിക്കാത്ത വെസ്റ്റേൺ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളെ ഒരിക്കലും അംഗീകാരം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവരെ ആട്ടിയിറക്കുകയോ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത്. അവരെ ചേർത്തുപിടിച്ച് നന്മയിലേക്ക് ക്ഷണിച്ച് ഉപദേശം ചെയ്ത് മാറ്റിക്കൊണ്ടുവരണം. അതിന് കൗൺസിലിംഗ് കൊടുക്കണം, മനസ്സ് ശുദ്ധീകരിക്കണം. അങ്ങനെ അവരെ ചേർത്തുപിടിച്ചുകൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അതേസമയം ഒരിക്കലും അത് അംഗീകാരമായി പോകാൻ പാടില്ല. അംഗീകാരങ്ങളാകുമ്പോൾ ഇതൊക്കെ വേണ്ടതു തന്നെയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത് ആകാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളുടെയും ഒരുമിച്ചുകൂലുകളുടെയും ചടങ്ങുകളുടെയും ഒക്കെ ഉദ്ദേശ്യം ബറക്കത്തായിരിക്കണം, നന്മയായിരിക്കണം. വീടുദ്ഘാടനത്തിനും കല്യാണത്തിനുമൊക്കെ സയ്യിദന്മാരെ കിട്ടിയാൽ, ഉസ്താദുമാരെ കിട്ടിയാൽ, യതീം കുട്ടികളെ കിട്ടിയാൽ, പാവപ്പെട്ട മിസ്കിന്മാർ വന്നാൽ അവരുടെ ഒരു ദുആ ഉണ്ടാകുമ്പോൾ ആ ദുആ കൊണ്ട് വീട്ടിൽ ബറക്കത്തുണ്ടാകും, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും, അതുപോലെ കല്യാണത്തിൽ ബറക്കത്തുണ്ടാകും.
എന്നുള്ള ആ ഒരു ചിന്ത നഷ്ടപ്പെട്ടു പോകുന്നു. ഏറ്റവും പ്രധാനമായി ക്യാമറയുടെയും വീഡിയോയുടെയും സോഷ്യൽ മീഡിയയുടെയും അതിപ്രസരം കൊണ്ട് ഉണ്ടായിത്തീരുന്ന പൊങ്ങച്ചത്തിൻ്റെയും അനാനീയത്തിൻ്റെയും ചിന്തകൾ കൊണ്ടാണ് നമ്മിലേക്ക് ഇതറിയാതെ കടന്നു വരുന്നത്. ഇതിലാരും ഒഴിവല്ല. ഈ ഒരു കാര്യത്തെ അനിവാര്യ ഘട്ടങ്ങളിൽ അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന, അതുകൊണ്ട് നന്മയുണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക എന്നതിനപ്പുറം അതൊരു വിട്ട ഉപയോഗം, അനങ്ങുന്നതും അടങ്ങുന്നതുമെല്ലാം, ചായ കുടിക്കുന്നതും കാപ്പി കഴിക്കുന്നതും വണ്ടിയിൽ നിന്നിറങ്ങുന്നതും വണ്ടിയിലേക്ക് കയറുന്നതും അങ്ങനെ തുടങ്ങിയിട്ട് അതിനേക്കാളും അപ്പുറം എല്ലാ കാര്യങ്ങളെയും റീൽ ചെയ്ത് പുറത്തുവിടുക എന്ന് പറയുന്ന വലിയ ഒരു ദുരാചാരം സമൂഹത്തെ വളരെ കൂടുതൽ ഗ്രസിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നാം മുക്തമാകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഒരുപക്ഷെ അതുകൊണ്ട് വലിയ ഉപകാരങ്ങൾ ഉണ്ടാകാം. വിശുദ്ധ ഖുർആൻ കേട്ടു പഠിക്കാൻ, ഇൽമു പഠിക്കാൻ, അതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാൻ, അതുപോലെ പുറത്തു പോകാൻ കഴിയാത്ത ആളുകൾക്ക് അറിവ് ലഭിക്കാൻ, അല്ലെങ്കിൽ വിദൂര രാജ്യത്തു നിന്നുള്ള ആളുകളിൽ നിന്ന് നമുക്ക് നന്മ പഠിക്കാൻ, അങ്ങനെയുള്ള ഗുണങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, ഈ സാങ്കേതിക വിദ്യ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനെ എന്തൊന്നു വന്നാലും അതിലുള്ള നന്മയെ ഒരു കൂട്ടർ ഉപയോഗപ്പെടുത്തും, അതിലുള്ള തിന്മയെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇബ്ലീസ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാം വളരെയേറെ സൂക്ഷിക്കുകയും അത്തരം അബദ്ധങ്ങളിൽ ചാടിപ്പോകുന്നതിനെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കുകയും വേണം. ആരിൽ നിന്നെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയാൽ അവരെ കുതിര കയറാതെ, അവരെയും അധിക്ഷേപിക്കാതെ, അവരെയും നന്മയിലേക്ക് ക്ഷണിക്കുക, അവരെ കൂടെ നന്നാക്കുക, തെറ്റു ചെയ്യുന്നവരെ മുഴുവനും നന്മയിലേക്ക് ക്ഷണിക്കുക എന്നതാണ് നമുക്ക് വേണ്ടത്.